ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. കാലത്ത് എണീച്ച് പല്ല് തേച്ചിട്ട് പണിക്ക് ഇറങ്ങാൻ നോക്കിയതാ. പണിക്ക് ഇറങ്ങുന്ന ചുമ്മാ ഫോണൊക്കെ പിടിച്ചിട്ട് ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചിട്ടേ യുവരാജൻ്റെ സൈഡ് ഗ്ലാസ്സാണ്. അവർ നേരത്തെ ഒരു ഗ്ലാസ് ഞങ്ങളെ ഫിക്സഡ് ഗ്ലാസ്സാണ് മാറ്റി കൊടുത്തിട്ട് വലിക്കുന്ന ഗ്ലാസ്സാക്കി കൊടുത്തായിരുന്നു. ഇപ്പോൾ രണ്ടാമത് വണ്ടിയാണ് വന്നത്. പിന്നെ ഞായറാഴ്ചയായിട്ട് വെറുതെ ഇരിക്കുന്നെങ്കിൽ ഒന്ന് ഗ്ലാസ് ഊറാൻ നോക്കിയതായിരുന്നു. ഊറാൻ നോക്കിയപ്പോൾ പുറത്ത് ഒന്നായി വെയിലാണ്, നിൽക്കാൻ പറ്റില്ല. വെളുപ്പിലെ 8 മണിക്ക് വെയിൽ നോക്കി ഉള്ള ഭാഗമാണ് ഇരിക്കുന്നത്. ഞാൻ ഉള്ളുമായിട്ട് ഒന്നായി ചൂടായിട്ട് പെട്ടെന്ന് ചാടി പുറത്തിറങ്ങി നോക്കിയതാ. പിന്നെ ഒന്നായി ചൂടായിട്ട് പണിയാൻ പറ്റുന്ന ഞായറാഴ്ചയായിരുന്നു. വെയിലിൻ്റെ പാറ കൊണ്ട് തലാലിക്ക് അടിക്കണേ. ഞാൻ ടൂൾസായിട്ട് പണിക്ക് പോയായിരുന്നു. അത്യാവശ്യം 2 ഹാഷ് ബ്ലേഡും 2 കട്ടറും ചൂണ്ടാനൂല് അതായിട്ട് വലിച്ചിട്ടായിരുന്നു കെട്ടിയത്. ഊരിയെടുക്കാൻ വിചാരിച്ച അന്നത് ഓടിനകത്ത് ഭയങ്കര ബോഡി കമ്മിട്ടുണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ചൂടായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോറ് മേടിച്ച് കൊടുക്കണ ഇപ്പോൾ ഒരു ഫ്രേഷൻ പൊടി ചാട്ടി കിട്ടിയതാണ്. ചാടി പോകുന്ന സാധനം കളയാമല്ലോ, അതെടുത്തിരുന്നു. അപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ചേട്ടന്മാർക്ക് ചോറ് കൊണ്ട് ചോറ് മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചേ. ചോറ് മേടിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും ഡോർ അടിച്ചിട്ടുണ്ടായില്ല, റൂമിലാണ് പുറത്താണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പെരമ്പുറക്ക് പോകണം ചോറ് മേടിക്കാനായിട്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകണം. 1 മണിയായി പോയായിരുന്നു ചോറ് മേടിക്കാൻ. 1 മണി തന്നെ ലഞ്ച് ടൈമാണ്. കറക്റ്റ് ഉറങ്ങി ഇച്ചിരി വൈകി പോയി. കാലത്ത് ഉറങ്ങിയിട്ടുണ്ടായില്ലല്ലോ. കാലത്ത് എണീച്ചപ്പോൾ അപ്പോൾ പണിക്ക് ഇറങ്ങി ചൂടായിട്ട് പണിക്ക് രണ്ടാമതന്നെ കിടന്ന് ഉറങ്ങിയായിരുന്നു. പോകാൻ നേരത്തെ ഒരു അപകടം പറ്റിയായിരുന്നു. ഓട്ടോറിക്ഷയിൽ മുട്ടിയാണ്. പെട്ടെന്ന് ഒരു ബ്രേക്ക് ചവിട്ടിപ്പോൾ ഡിസ്ക് ബ്രേക്ക് അടിച്ച് നിന്നതാ വണ്ടി. ഹോട്ടലിലേക്ക് പോയി ഓർഡർ കൊടുക്കാൻ വേണ്ടി. ഓർഡർ കൊടുത്തിട്ട് വേണം പോകണം. എനിക്കൊരു നാരങ്ങ വെള്ളം അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും വെള്ളം കുടിക്കാനായിട്ട്. എപ്പോൾ ഭക്ഷണം കഴിക്കില്ല, കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഓർഡർ കൊടുത്ത പൈസ കൊടുത്തിട്ട് ഞാൻ പെരമ്പൂർക്ക് പോയിരുന്നു. പിന്നെ അന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പറയാനടുത്ത് പാർസൽ മേടിക്കാൻ പറഞ്ഞിട്ട് 4 ചിക്കൻ ബിരിയാണി മേടിച്ചിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന കാരണം വർക്ക്ഷോപ്പിൽ പോയിട്ട് അവർക്ക് കൊടുത്തു. അവർ പോയി നോക്കിയാൽ ഇരിക്കാൻ പറയാം അവിടെ ചോറിന് വേണ്ടി. 1:20 പോയായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങൾ സാധാരണ ബിരിയാണി മേടിക്കുന്നിടത്ത് മുട്ട ഒന്നും കിട്ടാറില്ല. ഇതാണ് മുട്ട കിട്ടിയായിരുന്നു. അതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഫുഡും വലുത് കുഴപ്പമുണ്ടായില്ല. ഞാൻ കഴിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇറങ്ങില്ല. ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. അടുത്ത ബ്ലോഗെല്ലാം കാണാം. ടാറ്റ ബൈ ബൈ. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.